ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യലിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. ഈ ഒരു ഫേഷ്യൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും. പിന്നെ പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് തൈര് വെച്ചിട്ടാണ്. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തൈര്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 സ്പൂൺ തൈരാണ്. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേഷ്യൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫേഷ്യലാണ്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇതേപോലെ തൈര് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്ക്രബാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ആ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. കുറച്ച് തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഒരുപാട് ഹാർഡാക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത്, നമ്മുടെ സ്കിൻ ഡാമേജ് ആയി പോകും. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ചിലരുടെ ഫേസിൽ ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ഒരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മസാജിങ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തൈര്, അതേപോലെ പഞ്ചസാര, തേന്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു നുള്ളു മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതേപോലെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 മിനിറ്റ്സ് വെച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്തിട്ട് കാണിക്കാം.
വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര്, അതേപോലെ തേന്, പഞ്ചസാര, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക കേട്ടോ. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ് ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ക്ലീൻ ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.